മധ്യപൂർവേഷ്യയിലെ സംഘർഷം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ലോക്സഭയിൽ പ്രസ്താവന നടത്തും. മധ്യപൂർവേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഈ ഒരു സംഘർഷത്തിൽ പങ്കെടുക്കുന്നതെല്ലാം ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രസ്താവനകൾ നടത്തുമ്പോൾ, പരാമർശങ്ങൾ നടത്തുമ്പോഴൊക്കെ അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഓരോ വാക്കും വളരെ ആലോചിച്ച് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് MPയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ആവശ്യമുണ്ട്. വിദേശകാര്യമന്ത്രി ഇന്ന് പ്രതികരിക്കുകയും ചെയ്യും. എന്ത് പ്രതീക്ഷിക്കാം? വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി, ക്രിസ്റ്റീന. രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം എന്നുള്ളത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഇന്ന് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ ഇന്നത്തെ ബിസിനസ് ലിസ്റ്റ് ചെയ്ത ഘട്ടത്തിലാണ് ഈ വിഷയത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് ലോക്സഭയിൽ പ്രസ്താവന നടത്തും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറത്തേക്ക്, ഒരു പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് വിശദമായ ചർച്ച തന്നെ ഈ വിഷയത്തിൽ വേണമെന്ന ആവശ്യം പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഈ ഒരു ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത്. കേവലം ഒരു പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് വിശദമായ ചർച്ച ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നും, നേരത്തെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഇറാഖ് സംഘർഷവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയതിന് സമാനമായ തരത്തിലുള്ള ചർച്ച ഈ വിഷയത്തിൽ വേണമെന്നും, ഒരു പ്രസ്താവനയിൽ ഒതുങ്ങുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ പല സംശയങ്ങളും ദൂരീകരിക്കപ്പെടില്ല എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട ചോദ്യോത്തരവേള ഒഴിവാക്കിക്കൊണ്ട് ചട്ടം 267 അനുസരിച്ച് പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട നോട്ടീസ് നൽകിയിട്ടുണ്ട്. മറ്റ് ചില പ്രതിപക്ഷാംഗങ്ങളും ഈ വിഷയം ഉന്നയിച്ച നോട്ടീസ് ഇന്ന് നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന ലോക്സഭയിൽ ഇന്ന് പ്രധാനമായ അജണ്ട എന്നുള്ളത് സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയമാണ്. അതിൽ ചർച്ചയിലും ഈ വിഷയം പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. ഹഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.